യഹോവ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം എന്തെന്നാൽ അത് ദൈവകൽപ്പനകൾ 10ഉം അതുപോലെ തന്നെ സാത്താൻ്റെ 10 കൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം. അത് തിരിച്ചറിയേണ്ട കാലം ആയി. നമുക്കിത് അവസാന കാലമാണ്, തിരിച്ചറിയേണ്ട കാലമായി. അപ്പോൾ അതിൻ്റെ തിരിച്ചറിവ് ബോധ്യപ്പെടുത്താനായിട്ട് തെളിവുകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ 10 കൽപ്പന അല്ലേ, എല്ലാ ക്രിസ്ത്യാനിക്കും അതിന്ന് കാണാപ്പാടായിരിക്കും. അതായത് പള്ളിയിൽ വേദോപദേശത്തിന് പഠിപ്പിച്ചും നമസ്കാരങ്ങൾ പഠിപ്പിച്ചും ഒക്കെ നമുക്കത് കാണാപ്പാടായിരിക്കും. പക്ഷേ ബൈബിളിലെ 10 കൽപ്പന ഒരു ഭൂരിഭാഗം ക്രിസ്ത്യാനികളും കണ്ടിട്ടുണ്ടാവില്ല. അത് പുറപ്പാട് 20-ലാണ്. ആ പുറപ്പാട് 20 ഒരു പ്രാവശ്യം പോലും ഒരു ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും വായിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പഠിച്ച 10 കൽപ്പനയും ഈ ബൈബിളിലുള്ള പുറപ്പാട് 20-ലെ ആ 10 കൽപ്പനയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ എന്താ വിചാരിച്ചേക്കണേ, നമ്മൾ പഠിച്ചിരിക്കുന്ന 10 കൽപ്പന തന്നെയാണ് ബൈബിളിലെന്നല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് നിങ്ങളൊന്ന് പുറപ്പാട് 20 വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ തെറ്റുണ്ട് എന്ന്. എന്താണ് തെറ്റ്? 2ാമത്തെ കൽപ്പന നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുപോലെ 4ാമത്തെ കൽപ്പന, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആദ്യം തന്നെ നമ്മൾ 10 കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാധാന്യം മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 10 കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഉദാഹരണങ്ങൾ, മർക്കോസ് 12:34 വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ 10 കൽപ്പന നമ്മൾ പാലിച്ചേ മതിയാവൂ എന്ന്. മനസ്സിലായ? ഇവിടെ നമ്മൾക്ക് 1ാമത്തെ കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യേശുവ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് മർക്കോസ് 12:34 പറയുന്നത്. ഞാനിങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വായിക്കുമ്പോൾ ഇതാണോ ഞാൻ അനുവർത്തിക്കുന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. അപ്പോൾ 1ാമത്തെ കൽപ്പനയാണ് ഇവിടെ എടുത്തു പറയുന്നത്, ഏക കർത്താവ്, ത്രിയേകനല്ല കേട്ടോ. ഇനി യാക്കോബ് 2:8 എടുത്ത് വായിക്കാം. അവിടെ എന്താ പറയുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അത് ഒരു രാജകീയ നിയമമാണ്. മനസ്സിലായോ? ദൈവകൽപ്പനകൾ രാജകീയ നിയമമാണ്. അത് അനുസരിച്ചാൽ നാം ഉത്തമരാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ തുടർന്ന് വരുന്ന ഭാഗ്യങ്ങൾ 2:10 പറയുന്നുണ്ട്. അവിടെയാണ് വ്യക്തമായിട്ട് പറയുന്നത്, ഈ കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ മുഴുവനും അനുസരിച്ചാലും, ബാക്കിയുള്ളത് മുഴുവനും അനുസരിച്ചാലും ഒരു കാര്യമില്ല, എല്ലാം വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിയെ നീ ചിന്തിക്കുക, 2ാമത്തെ കൽപ്പനയും 4ാമത്തെ കൽപ്പനയും തെറ്റിച്ചാൽ ബാക്കി 8 കൽപ്പനയും നീ പാലിച്ചിട്ട് ഒരു കാര്യമില്ല, നിനക്ക് നിത്യരാജ്യത്തിൽ പോകാൻ പറ്റില്ല എന്നാണ് ദൈവം പറയുന്നത്. മനസ്സിലായോ? ഉദാഹരണമായിട്ട്, നീ വ്യഭിചാരം ചെയ്യുന്നില്ല നിൻ്റെ ജീവിതത്തിൽ എന്ന് വിചാരിക്കുക, പക്ഷെ നീ ഒരു കൊല ചെയ്തു. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ കൊല്ലുന്നെങ്കിൽ ഈ കൽപ്പന മുഴുവനും നീ ലംഘിക്കുകയാണ്. വ്യഭിചാരം ചെയ്തിട്ടില്ല എന്നൊരു കൽപ്പന നീ ചെയ്തിട്ടില്ല എങ്കിലും മറ്റ് കൽപ്പനകൾ അനുസരിച്ചാലും, ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, ഈ 10 കൽപ്പനയും ലംഘിച്ച പോലെ തന്നെയാണ് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 2ാമത്തെയും 4ാമത്തെയും കൽപ്പന ലംഘിച്ചിട്ട് മറ്റേതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? ലേവ്യരുടെ പുസ്തകത്തിൽ 19:19 പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. മനസ്സിലായോ? ഈ 10 കൽപ്പനയുടെ പ്രാധാന്യം കറക്റ്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിയമാവർത്തനം 6:7 വായിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുള്ളതാണ്. അതിലെന്താ എഴുതിയേക്കുന്നത്? ഷമാ ഇസ്രായേൽ അദോനായ് എലോഹിനു അദോനായ് യഹാദ്. അത് ഹെബ്രായ ഭാഷയിലാണ്. എന്താ പറയുന്നത്? ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവം ഏകനാണ്. മനസ്സിലായ? ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. എന്നിട്ട് പറയാണ്, അത് താഴെയുള്ള വാക്കുകൾക്കാണ് പ്രാധാന്യം. ഈ കൽപ്പനകൾ, ഈ 10 കൽപ്പനകൾ നിങ്ങൾ ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ നിങ്ങളുടെ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. മനസ്സിലായോ?
പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? ജൂയിഷ് ഇങ്ങനെ ഒരു കറുത്ത ഒരു റിബൺ ഇങ്ങനെ കയ്യുമ്മ ചുറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കയ്യിലൊരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പൊട്ട് കുത്തിയിരുന്നു അതിലൊക്കെ. പക്ഷേ കുറച്ച് നാളായി ഞാൻ പൊട്ട് കുത്തുന്നില്ല. അതിന് കാരണം അത് എനിക്ക് അടുത്തിടെയാണ് മനസ്സിലായി. ഈ വചനമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അതായത് ഒന്നാമത്തെ കൽപ്പനയാണല്ലോ ദൈവം ഏകനാണ് എന്ന്. അത് എവിടെ സൂക്ഷിക്കേണ്ടത്? നിന്റെ നെറ്റിയിൽ പട്ടമായിട്ടാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ എസെക്കിയേൽ 9:5 വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. നെറ്റിയിൽ അടയാളമിട്ട് മാറ്റി നിർത്തുന്ന ഒരു ജനതയെ ദൈവം അവിടെ രക്ഷിക്കുകയാണ്. മറ്റെല്ലാ ജനതകളെയും ശിക്ഷിക്കുമ്പോൾ അടയാളം നെറ്റിയിലിട്ടിട്ട് മാറ്റി നിർത്തുന്ന ഒരു ജനതയാണ് അവിടെ രക്ഷിക്കുന്നത് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ മറ്റു മതങ്ങളെ അനുകരിച്ച് ഈ സൂര്യദേവന് എന്താ പറയുക വഴിയൊരുക്കിക്കൊണ്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു വട്ടത്തിലായാലും നീളത്തിലായാലും പൊട്ട് എന്തിനാ കുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ അപ്പന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യില്ല. എപ്പോഴാണോ നമുക്ക് തെറ്റ് മനസ്സിലാകുന്നത് ആ നിമിഷം തന്നെ നമ്മൾ അതിൽ നിന്ന് മാറണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊട്ട് കുത്താത്തത്. എനിക്ക് ഈ പൊട്ടൊക്കെ ഭയങ്കര അഡിക്ഷനായിരുന്നു. പൊട്ടില്ലാണ്ട് തന്നെ ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അപ്പൻ എന്താണോ പറയുന്നത് അതനുസരിക്കണം. അതാണ് പ്രാധാന്യം. മനസ്സിലായോ? അപ്പൻ്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാണ്ട് ലോകത്തിൻ്റെ കൽപ്പനകൾക്കും നിയമങ്ങൾക്കുമല്ല. ഈ ഏശയ്യ 66:17 വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പന്നിയിറച്ചി തിന്നുന്നത് നല്ലതല്ലാന്ന്. ദൈവം ആ നിയമം കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിന് അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞോണം പോർക്കിറച്ചി നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞതോടുകൂടി ഞാൻ പിന്നെ പന്നിയിറച്ചി ഞാൻ ഭക്ഷിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതല്ല, ജസ്റ്റ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് 10 കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇനി റോമർക്കെഴുതിയ ലേഖനത്തിലെ 13:9 വായിച്ചു നോക്കാം. അവിടെ എന്താ പറയുന്നത്? സ്നേഹം ന്യായപ്രമാണങ്ങളുടെ പൂർത്തീകരണമാണെന്ന്, അല്ലേ? എല്ലാത്തിൻ്റെയും പൂർത്തീകരണം, അതായത് എല്ലാ കൽപ്പനകളുടെയും പൂർത്തീകരണം സ്നേഹമാണ്. ഇനി നമ്മൾ വെളിപാടിലേക്ക് വരികയാണെങ്കിൽ വെളിപാട് 14:12 പറയാണ്, ദൈവകൽപ്പനയും യേശുവായിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടാണ് ഇവിടെ ആവശ്യം. മനസ്സിലായോ? അതായത് വിശുദ്ധന്മാർ സഹിക്കേണ്ടി വരും. എങ്ങനെയുള്ള വിശുദ്ധന്മാർ? 10 കൽപ്പന അനുസരിക്കുന്ന വിശുദ്ധന്മാർ സഹിക്കേണ്ടി വരുന്ന അവിടെ പറയണേ. വെളിപാട് തന്നെ 12:17 പറയുന്നുണ്ട്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുമായി യേശുവായുടെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു എന്ന്. മനസ്സിലായി? അപ്പോൾ ഈ മഹാസർപ്പം യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് ആർക്ക് നേരെയാണ്? ഈ 10 കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് നേരെയാണ്. മനസ്സിലായോ? ഈ വെളിപാടിൽ 2 വചനവും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ദൈവകൽപ്പന പാലിക്കുന്നവർക്ക് സഹനം ആവശ്യമുണ്ട്. സാത്താൻ യുദ്ധം ചെയ്യുന്നത് അവരോടാണ്, അല്ലാണ്ട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയിട്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പുത്രിയാണെന്ന് പറയുന്നവർക്കല്ല, അവർക്കൊന്നും സഹിക്കാനില്ല. തിരിഞ്ഞു നടക്കുന്നവർക്കാണ്. മനസ്സിലായോ? ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അപ്പം തിരിഞ്ഞു നടക്കുന്നവർക്കാണ് സഹിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ 10 കൽപ്പനയിൽ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇനി ഇത് എങ്ങനെയാണ് സഭയിൽ ലംഘിക്കപ്പെട്ടത്? സാത്താൻ എങ്ങനെയാണ് ഇത് ഒരു പ്രത്യേക രീതിയിൽ ലംഘിച്ചെടുപ്പിച്ച് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് മത്തായി 15:3-9 15-ാമത്തെ അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ യേശുവായുടെ വാക്കുകളാണ് കേട്ടോ. നിങ്ങളത് കേട്ടോ. നിങ്ങളോടാണ് യേശു അത് പറയുന്നത്. എന്താണ്? നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ ദൈവപ്രമാണം നിങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകലെയാണ്. മനസ്സിലായോ? മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളാക്കി പഠിപ്പിച്ചുകൊണ്ട് അവർ വ്യർത്ഥമായിട്ടാണ് എന്നെ ആരാധിക്കുന്നതെന്ന്. ഇത് യേശുവായുടെ വാക്കുകളാണ്, ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇന്നത്തെ ക്രിസ്ത്യാനിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് യേശുവായുടെ ഈ വാക്കുകൾ. എന്താണ് നമ്മുടെ യേശുവ എന്താ പറഞ്ഞത്? അതായത്
പാരമ്പര്യത്തിൻ്റെ പേരിൽ മിക്കവരും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നീ പള്ളിയിൽ നിന്ന് എഴുന്നേക്കാത്ത ആളല്ലായിരുന്നു, ഞങ്ങളുടെ പോലെ തന്നെ ആയിരുന്നില്ലേ, നിനക്ക് എന്താ പറ്റിയേ, നീ എന്തെങ്ങനെ. ഞാൻ മിക്ക വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അവരോടുള്ള ഒരു ഉത്തരമാണ് ഈ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 9 വരെ നിങ്ങൾ വായിച്ചു നോക്ക്. മനസ്സിലായോ? സത്യാത്മാവ് വന്ന് എല്ലാം തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം നമ്മൾ മാറണം. മനസ്സിലായോ? എനിക്ക് സഭയല്ല വലുത്, ദൈവമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങളെപ്പോലെ ഞാൻ എന്തിന് എൻ്റെ അപ്പനെ തിരിച്ചറിഞ്ഞിട്ടും തള്ളിക്കളയണം? മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ ആ നിമിഷം ഞാൻ മാറും. മനസ്സിലായോ? അങ്ങനെ മാറാം. അപ്പൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. യേശു എങ്ങനെ ഭൂമിയിൽ യഹൂദനായിട്ട് ജീവിച്ചത്? പിതാവുമായിട്ട് ഒരു ഗാഢബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ജീവിച്ചത്. മനസ്സിലായോ? അപ്പം അതുപോലെ ഒരു ഗാഢബന്ധം നമ്മൾ ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് യേശുവ പഠിപ്പിച്ച ഈ കാര്യങ്ങൾക്ക് ട്വിസ്റ്റ് വന്നേന്ന് അത് ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് ട്വിസ്റ്റ് കേട്ടോ. അതായത് നിയമാവർത്തനം 12:32 അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവം എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. മനസ്സിലായോ? ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തത്. 10 കൽപ്പനയിൽ 2-ാം പ്രമാണം മുക്കിക്കളഞ്ഞു, അതായത് കുറച്ചു. 4-ാം പ്രമാണം തെറ്റിച്ചു. ഇനി 10-ാം പ്രമാണം അത് 2ആക്കി തിരിച്ചു. മനസ്സിലായോ? ഇതാണ് ചെയ്തത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിന് മുമ്പ് ഈ നിയമാവർത്തനം 12:32 തുടർന്നുള്ള ഭാഗം കൂടി നിങ്ങൾ വായിക്കണം. അതിലെന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്നവിശകലനക്കാരനോ വന്ന് അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഇതിൽ തെറ്റുവരുത്തിയാൽ അവൻ വധിക്കപ്പെടണമെന്നാണ്. മനസ്സിലായോ? അപ്പം എന്താണ്? നിങ്ങൾ ദൈവമായ കർത്താവിനെ നിങ്ങൾ മറന്നിട്ടുണ്ട് എങ്കിൽ അതിന് കാരണക്കാരനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി തുടർന്നുള്ള വാക്കുകൾ നിങ്ങൾ വായിച്ചോ. നിങ്ങൾ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുമാണ് അവൻ ശ്രമിച്ചത്. ആര്? ആ കള്ളപ്രവാചകൻ ശ്രമിച്ചത്. മനസ്സിലായോ? ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ നീക്കിക്കളയണം. നിയമാവർത്തനം 13:5 വായിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അതായത് 2500 വർഷങ്ങൾക്ക് മുൻപേ ദൈവം നമുക്കൊരു ക്ലൂ തന്നിരുന്നു, വാണിംഗ് തന്നിരുന്നു. എന്താണ്? അങ്ങനെ ഒരു കള്ളപ്രവാചകനും സ്വപ്നവിശകലനക്കാരനും നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് നിങ്ങളെ വഴി തെറ്റിക്കാൻ നോക്കുമെന്ന്. മനസ്സിലായോ? വഴി തെറ്റിച്ചു ക്രിസ്ത്യാനിയെ, നീ അറിഞ്ഞോ? നമ്മൾ അറിഞ്ഞില്ല. മനസ്സിലായോ? ആ കള്ളപ്രവാചകൻ ആരായിരുന്നു എന്നും ആ സ്വപ്നവിശകലനക്കാരൻ ആരായിരുന്നു എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പറഞ്ഞു തരാം. ഇനി അതുപോലെ തന്നെ ഒരു വചനം തന്നെ ഞാൻ വേറെ കാര്യം കൂടെ പറയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:8 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്താണ്? ഞങ്ങൾ തന്നെയോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഈ സുവിശേഷത്തിന് വ്യത്യസ്തമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. മനസ്സിലായോ? അപ്പം എന്താണ്? ഇതുപോലെ തന്നെയാണ് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കിയിരുന്നു. എന്ത്? വെളിച്ചത്തിൻ്റെ ഒരു ദൂതൻ തന്നെ വേഷം കെട്ടി വന്ന് സാത്താൻ വന്ന് നമ്മളെ വഴി തെറ്റിക്കുമോന്ന്. മനസ്സിലായോ? ഇത് പറഞ്ഞത് എപ്പോഴാണ്? 2000 വർഷങ്ങൾക്ക് മുൻപ്. ഇതാണ് അടുത്ത ക്ലൂ, അടുത്ത വാണിങ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വന്നു, വെളിച്ചദൂതനായിട്ട് വന്നു, നമ്മൾ അറിഞ്ഞില്ല. മനസ്സിലായോ? നമ്മളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോണത് ഈ 2 ക്ലൂവിലും 3 കഥാപാത്രങ്ങളാണുള്ളത്. ആരൊക്കെയാണ്? 3 സാത്താൻ്റെ രൂപങ്ങൾ. അതായത് ഒന്നാമത് കള്ളപ്രവാചകൻ. മനസ്സിലായോ? പിന്നെ ആരാണ്? സ്വപ്നവിശകലനക്കാരൻ. പിന്നെ വെളിച്ചത്തിൻ്റെ ദൂതനായിട്ട് വന്ന ഒരു മാലാഖ. മനസ്സിലായോ? ഇതിനെക്കുറിച്ചാണ്, ഇത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം, കള്ളപ്രവാചകൻ. അത് പറയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിൽ ആ ആൾ ആരാന്ന് മനസ്സിലാക്കിണ്ടാവില്ലേ? മുഹമ്മദ് കോയ, അതായത് മുഹമ്മദ് അല്ലേ. പിന്നെന്താണ്? ആണ് ഈ മുഹമ്മദ് കോയായിട്ട് ബന്ധപ്പെട്ട ഉടനടി അവിടെ ആര് വരും? വെളിച്ചത്തിൻ്റെ ദൂതൻ വരും. അതാണ് ജിബ്രിയേൽ. കാരണം ആ ദൂതൻ വന്ന ആണല്ലോ മിക്ക ആയത്തുകളും ഈ മുഹമ്മദിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദൂതൻ്റെ പേരാണ് ജിബ്രിയേൽ. നിങ്ങളത് കേട്ട് ആരും ചിരിക്കൊന്നും വേണ്ട, അത് ഖുറാനിലുള്ളതാണ്. അതായത് നമ്മുടെ ഗബ്രിയേൽ മാലാഖയാണ് ഖുറാനിൽ ജിബ്രിയേലായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഖുറാനിൽ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ ഈ
മുഹമ്മദ് കോയയ്ക്ക് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ട് ആയത്തുകൾ ഇറക്കി കൊടുത്തതും അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറക്കി കൊടുത്തതും ഒക്കെ ഈ ജിബ്രിയേൽ ദൂതനാണ്. മനസ്സിലായ? യഹൂദൻ്റെ കഥകളൊക്കെയാണല്ലോ നമ്മുടെ മുഹമ്മദ് കോപ്പി അടിച്ചത്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേ ഉള്ളൂ. നിങ്ങൾ കളിയാക്കി ചിരിക്കൊന്നും വേണ്ട. ഗബ്രിയേലൊന്ന് ജിബ്രിയേലായി, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വലിയ തെറ്റുകളും നമ്മുടെ മുഹമ്മദ് കോയയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മറിയം, നമ്മൾ ബൈബിളിൽ എന്താ പറയുന്നത്, നസ്രത്ത് എന്ന പട്ടണത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മാലാഖ അവളുടെ അടുത്ത് വന്നിട്ട് മംഗളവാർത്ത അറിയിക്കുന്നത്. എന്നാൽ ഖുറാനിൽ മറിയം എഴുതി വെച്ചേക്കുന്നത്, ഞാനിതിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ പിക്ചറുകൾ ഇടാം, അതിൻ്റെ ലിങ്കുകളൊക്കെ ഉണ്ടാവും. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനായിട്ട് ഉണ്ടാക്കി പറയണതൊന്നുമല്ല. അപ്പോൾ ഇത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനകത്ത് എഴുതി വെച്ചേക്കണത് കിഴക്കു ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് മാറി താമസിച്ചു മറിയം എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഒരു മറയുണ്ടാക്കിയെന്ന്. എന്നിട്ട് എന്തുണ്ടായേ, നമ്മളുടെ ബൈബിളിലെ ഗബ്രിയേൽ മാലാഖ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ാണ് മറിയത്തെ ഗർഭിണിയാവുന്നത് അല്ലേ? എന്നാൽ ഖുറാനിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ ജിബ്രിയേൽ മാലാഖ തികഞ്ഞ പുരുഷനായിട്ട് വന്നിട്ട് മറിയത്തിൻ്റെ ഗുഹ്യഭാഗത്ത് ഊതി കൊടുത്തപ്പോഴാണ് മറിയം ഗർഭവതിയായെന്നാണ് ഖുറാനിൽ എഴുതി വെച്ചേക്കണേ. അങ്ങനെ ഗുഹ്യസ്ഥാനം തുറന്നു വെച്ച് കൊടുത്ത ഒരു മറിയത്തിനെ, ഒരു മാതാവിനെയാണ് ഖുറാനിൽ കാണിക്കുന്നത്. അപ്പം എത്ര വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മുടെ മാതാവിനെ അവിടെ സങ്കല്പിച്ച് വെച്ചേക്കണേ അല്ലേ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക തെറ്റുകളൊക്കെ നമ്മുടെ മുഹമ്മദ് കോയയ്ക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ മുഹമ്മദ് കോയയുടെ ആയത്തുകളൊക്കെ ഇറക്കി കൊടുത്തത് ഈ ജിബ്രിയേൽ ദൂതനാണ്. അപ്പോൾ ഈ ആയത്തുകളാണ് ഞാൻ ഇന്ന് മുഖ്യ വിഷയമാക്കാൻ പോകുന്നത്, സാത്താൻ്റെ 10 കൽപ്പനകൾ കേട്ടോ. അതിങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം അല്ലേ, ഇനി ഒരാൾ ബാക്കിയുണ്ടല്ലേ, സ്വപ്ന വിശകലനക്കാരൻ. അതാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സാത്താൻ സഭയിലേക്ക് കടന്നു വന്നത് ഇയാളിലൂടെയായിരുന്നു. അതായത് AD 325 ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനി ഉണ്ടായതെന്ന് അല്ലേ. ആ കാലഘട്ടത്തിൽ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പ്രധാന പുരോഹിതനായിരുന്നു ആര്? അത്തനേഷ്യസ്. അയാളാണ് ഈ സ്വപ്ന വിശകലനക്കാരൻ. മനസ്സിലായോ? ഇതാണ് ഈ 3 കഥാപാത്രങ്ങൾ. അയാളിലൂടെ അയാൾക്ക് ഈ സ്വപ്നവും ഇതും ബൈബിളൊക്കെ വായിച്ചപ്പോൾ ദൈവം ഏകൻ എന്നത് ത്രിയേകനായി തോന്നി, അങ്ങനെ പല പല കാര്യങ്ങളും തോന്നി. അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോട് പറഞ്ഞ് ബോധിപ്പിച്ച് നിക്കിയ സുനഹദോസിലൂടെ കൊണ്ടുവന്ന്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പൊരുളൊക്കെ കിടക്കുന്നത്, ഹിസ്റ്ററി നമുക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 കഥാപാത്രങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവകൽപ്പനയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇത് തെറ്റിക്കാൻ വേണ്ടി സാത്താൻ എങ്ങനെയൊക്കെ ട്രിക്ക് ഇട്ടു. മനസ്സിലായോ? എന്താ പറയുക, സാത്താൻ അന്ന് ആദത്തിനെ ഹവ്വയും പറ്റിച്ച പോലെ തന്നെ ഇപ്പോഴും നമ്മളെ അതുപോലെ തന്നെയാണ് പറ്റിക്കണേ. മനസ്സിലായോ? അത് ആർക്കും മനസ്സിലാവില്ലേ, അവൻ പറയുന്ന രീതിയിലൊന്നല്ല വരിക. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് പറ്റിച്ചതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്ന വിഷയം. നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതായത് പുറപ്പാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നിങ്ങൾ ബൈബിളിലെ പുറപ്പാട് 20 എടുത്ത് നീർത്തി വെച്ചോട്ടാ. ഞാൻ ഓരോരോ നിങ്ങൾക്ക് അതിലെ ദൈവപ്രമാണങ്ങൾ വായിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ സാത്താൻ്റെ പുസ്തകത്തിൽ ദൈവപ്രമാണവും സഭയുടെ ദൈവപ്രമാണവും, അങ്ങനെ 3 ഖണ്ഡികകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ ദൈവകൽപ്പന ഒന്നാമത്തെ എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇനി ഈ ഞാൻ ആരാണ്? ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാൻ. മനസ്സിലായോ? അപ്പോൾ ആ ദൈവത്തിന് നമ്മൾ തിരിച്ചറിയണം ആരാണ് ആ ദൈവം. ഈ ദൈവകൽപ്പന വായിക്കുമ്പോൾ തന്നെ നമ്മളെ വിലയിരുത്തണം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആര്? ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ആരാ? യഹൂദൻ്റെ ദൈവം. ആ യഹൂദൻ്റെ ദൈവത്തെയാണോ ഞാൻ ഇന്ന് ആരാധിക്കുന്നത്? ചിന്തിച്ച് നോക്ക് ക്രിസ്ത്യാനിയെ. യേശുവായെയാണോ? യഹൂദൻ്റെ ദൈവത്തെയാണോ ഞാൻ ഇന്ന് ആരാധിക്കുന്നത്? ഞാനിത് പാലിക്കുന്നുണ്ടോ? മനസ്സിലായ? അപ്പോൾ അതാണ് യഥാർത്ഥ ദൈവം എന്നാണ് ഈ ഒന്നാമത്തെ കൽപ്പന. പിന്നെ പറയുന്നുണ്ട് ദൈവം ഏകനാണെന്നും കൂടെ അല്ലേ, ത്രിയേകനല്ല. ഈ ഏകനായ ദൈവം, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ആരാ? യഹൂദൻ്റെ ദൈവം, നമ്മുടെ പിതാവായ ദൈവം. മനസ്സിലായ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ദൈവ പ്രമാണം. ഇനി നമുക്ക് സഭയിൽ ഈ ഒന്നാമത്തെ പ്രമാണം
എങ്ങനെ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് ചിന്തിച്ചറിയാം, ത്രിയേകമായിട്ടല്ലേ. പിതാവ് ഒരു ദൈവം, യേശുവായിട്ട് വന്നു അല്ലേ, പുത്രനായ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്നു അല്ലേ, പ്രാവിൻ്റെ രൂപത്തിലും തീയുടെ രൂപത്തിലും ഒക്കെ. അപ്പം അത് മൂന്നാമത്തെ ദൈവം. അങ്ങനെ ത്രിയേകമായിട്ടുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് സാത്താൻ ഈ ഒന്നാമത്തെ പ്രമാണത്തിനെ സഭയിലേക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഖുറാനിൽ നോക്കാം. ഈ ഒന്നാമത്തെ ഖുറാനിലും വ്യത്യാസമൊന്നുമില്ല, ദൈവം ഏകനാണെന്ന് തന്നെയാണ് ഖുറാനിൽ പറയണേ. പക്ഷെ അവിടെ ഒരു തിരുത്തുണ്ടെന്ന് മാത്രം. അതായത് ആ ദൈവം യഹൂദൻ്റെ ദൈവം ഒന്നല്ല, അത് ഞാനാണ്, തള്ളാഹു. മനസ്സിലായോ? അപ്പം അത് മാത്രമേ അതിനകത്തുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമാണ് ദൈവമെന്ന് 5 നേരം അവൻ ഇന്നും കൂകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ലാഹിലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട്. പണ്ടത്തെ നമ്മുടെ ജെറുസലേം ദേവാലയം ഇന്ന് അലസ്ക മോസ്കാണ്. അപ്പോൾ ആ മോസ്കിൽ കയറി 5 നേരം, അതായത് അശുദ്ധ വസ്തു വിശുദ്ധ സ്ഥലത്ത് കയറിയിരുന്ന് 5 നേരവും കൂകിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പം അടുത്ത് അത് നിർത്തിച്ചിട്ടുണ്ട്, അന്ത്യകാലമായതുകൊണ്ട് അത് യഹൂദന്മാർ നിർത്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ 5 നേരം നമ്മുടെ ആൾ കൂകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് ദൈവം എന്ന്. മനസ്സിലായി? അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും, അവൻ തന്നെയാണ് പറയണമെങ്കിലും അവൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഖുറാൻ 9:28 നിങ്ങൾ വായിച്ചു നോക്കാം. അതായത് സത്യവിശ്വാസികളെ എന്ന് ഇസ്ലാം മതക്കാരെയാണ് അവർ വിളിക്കുന്നത്. ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവരായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതായത് ദൈവം ഏകൻ തന്നെയാണ്, അത് പക്ഷേ ആരാണ്? തള്ളാഹു ആണെന്നാണ് അതിൽ പറയുന്നത്. ഇത് അവരെ തന്നെ സത്യവിശ്വാസികൾ എന്ന് വിളിക്കുന്നെങ്കിലും അവരറിയാണ്ട് സാത്താൻ അവരെ എങ്ങനെയാണ് വിഗ്രഹാരാധരാക്കണേന്ന് അടുത്ത കൽപ്പനയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കൽപ്പനയുടെ 3 വർഷം നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ദൈവപ്രമാണം സഭയിൽ എങ്ങനെയാണ്, ഖുറാനിൽ എങ്ങനെയാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ദൈവകൽപ്പന നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് സത്യമാണ്, നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കൂ, നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് അതിൽ പറയുന്നത്? മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒരു പ്രതിമയോ സ്വരൂപമോ നിങ്ങൾ ഉണ്ടാക്കരുത്, അവയ്ക്ക് മുൻപിൽ പ്രണമിക്കരുത്. ഇങ്ങനെ ചെയ്താൽ ഞാൻ 3, 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. മനസ്സിലായോ? നിങ്ങൾ ഇത് അനുസരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കണം. നമ്മൾ അറിയാതെ ക്രിസ്ത്യാനികൾ എങ്ങനെയൊക്കെയാണ് വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ദൈവപ്രമാണമായ 2 കേട്ടോ. അപ്പോൾ സഭയിൽ എന്താണ്? ഈ രണ്ടാമത്തെ കൽപ്പന കേട്ടിട്ടുണ്ടോ? ഇല്ല. സഭയിൽ രണ്ടാമത്തെ കൽപ്പന മുക്കിക്കളഞ്ഞു. രണ്ടാമത്തെ കൽപ്പന സഭയിൽ പറയുന്നത് എന്താ? നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം ഹൃദയപരമായിരിക്കും. മൂന്നാമത്തെ എടുത്തിട്ടാണ് രണ്ടാമത്തേക്ക് വെച്ചേക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അത് കേട്ടിരുന്നുവെങ്കിൽ, ക്രിസ്ത്യാനി അത് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ ദശാംശം ഈ പ്രതിമകളുടെ പേരും പറഞ്ഞുകൊണ്ട് ദശാംശം വിഗ്രഹത്തിൻ്റെ പേരിൽ ഒരാൾക്കും കിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് നിങ്ങളെ മനഃപൂർവ്വം കേൾപ്പിക്കാത്ത സഭ. പിന്നെ സാത്താനും അത് നിങ്ങളെ കേൾപ്പിക്കില്ലല്ലോ, കാരണം അവന് വിഗ്രഹത്തിൻ്റെ മേലെ കയറിയിരുന്ന് ആ സ്തുതികളും ആരാധനയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവനിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് സഭയിൽ ഈ രണ്ടാമത്തെ കൽപ്പന കാണില്ല കേട്ടോ നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഇനി ഖുറാനിൽ രണ്ടാമത്തെ കൽപ്പന, അതാണ് രസം, നിങ്ങൾ കേൾക്കണം കേട്ടോ. രണ്ടാമത്തെ കൽപ്പന ഖുറാനിൽ എങ്ങനെയാണെന്ന്. അതായത് അവർ മക്കയിലെ കല്ല് തൊട്ടുമുത്താണ് ചെയ്യുന്നത്. ആ മക്കയിലെ കല്ലിടുന്ന സ്ഥലം എന്നത് ഒരുപാട് വിഗ്രഹങ്ങൾ കൊണ്ടിട്ട് മൂടിയ സ്ഥലമായിരുന്നു. അവർ ഹജ്ജിന് പോകും, അതിലവർ ഉംറ ചെയ്യും. ഹജ്ജിന് പോകുമ്പോൾ ഉംറ, അതിൽ 2 സ്റ്റെപ്പാണ്, 2 ചടങ്ങാണുള്ളത്. അതിലൊരു ചടങ്ങാണ് തവാഹ് എന്ന് പറയും. അതായത് മക്കയിലെ കബ്ബയ്ക്ക് ചുറ്റും അവർ വലം വയ്ക്കും. അതിൽ തുണി എടുക്കാതെ ചെയ്യണമെന്നായിരുന്നു. ഇപ്പോഴും അത് പുരുഷന്മാർ എന്താ പറയുക, ജട്ടി പോലും ഇടാതെ, അടിവസ്ത്രങ്ങളൊന്നും എടുക്കാതെയാണ് അവർ ഇപ്പോഴും ഒരു മുണ്ട് അരയ്ക്ക് ചുറ്റും അതുപോലെ പുറത്ത് വിരിച്ചിട്ടൊക്കെയാണ് അവർ ഇന്നും അത് ചെയ്യുന്നത്, അത് ചുറ്റുന്നത്. അപ്പോൾ അതാണ് അവർ ചെയ്യുന്ന ആ ഒരു ചടങ്ങ് എന്നത്. അവർ പറഞ്ഞല്ലോ സത്യവിശ്വാസികളാണ് ഞങ്ങൾ, ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അവരശുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടെ എന്താ ചെയ്യുന്നത്? ഈ വിഗ്രഹങ്ങൾ കൊണ്ടിട്ട് മൂടിയിരുന്ന ഈ സ്ഥലത്തിനെ അവർ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവർ അറിഞ്ഞോ അറിയാതെയോ അവർ അത് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഖുറാനിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രവർത്തിക്കുന്നത് വെച്ചാൽ സാത്താൻ്റെ
പുസ്തകമാണല്ലോ. സാത്താൻ അങ്ങനെയാണ് ആയത്തിറക്കി കൊടുത്തത്. ആയത്തിടക്കിട്ട് മാറ്റമൊക്കെ വരുത്താട്ടോ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ രണ്ടാമത്തെ കൽപ്പന കഴിഞ്ഞു. ഇനി ദൈവകൽപ്പന മൂന്നാമത്തെ എന്താണ്? നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത്. കർത്താവിൻ്റെ, അതുകൊണ്ടാണ് യഹൂദന്മാർ കർത്താവിൻ്റെ നാമത്തിന് യൂദ് ഹേ വവ് ഹേ എന്ന ആ ഒരു അക്ഷരങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ ഒരിക്കലും ആ പേര് ഒരിക്കലും അവർ ഉച്ചരിക്കില്ല, അവർക്ക് ഭയമാണ്. അപ്പോൾ ആ നാമം വൃദ്ധ പ്രയോഗിക്കരുത്. ഇനി സഭയിൽ ഒന്നോർക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ പാലിക്കേണ്ടത്. കാരണം യഥാർത്ഥ നാമം അവർക്ക് അറിയില്ല. യഹോശുവ മശിഹ അല്ലെങ്കിൽ യേശുവ എന്ന നാമം അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ യേശു എന്നാണ് അവർ പ്രയോഗിക്കണത്. ഒരു തരത്തിൽ പറയണമെങ്കിൽ നന്നായി. കാരണം അത് അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിൻ്റെ നാമം എടുത്തിട്ടാണല്ലോ അവർ ദശാംശം മേടിക്കലും കള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അതൊന്നുമില്ല. അപ്പോൾ അവർ പക്ഷെ ചെയ്യുന്നത്, ഇന്ന് കാശ് പിടുങ്ങുന്നത് ഈ യേശു എന്ന ഈ നാമം, യേശുവായുടെ പേരും പറഞ്ഞിട്ടാണ്. പാസ്റ്റർമാർ ആ നാമം പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വിസ വരെ അടിച്ചുണ്ടാക്കി കൊടുത്തത് കണ്ടല്ലേ. അപ്പം അങ്ങനെയാണ് സഭയിലെ വേർഷൻ. ഇനി ഖുറാനിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നത് എപ്പോഴാണെന്ന്? ഖുറാനിൽ എന്താ പറയുന്നത്? ഏതൊരു ജീവിയെയും കഴുത്തറക്കുമ്പോൾ അതിൽ പറയുന്നത് തള്ളാഹു കുക്കുംബർ, അതായത് അള്ളാഹു അക്ബറിനെ നമ്മൾ പറയണതാണ് തള്ളാഹു കുക്കുംബർ. അങ്ങനെ പറഞ്ഞിട്ട് ആയിരിക്കണം അവർ കഴുത്തിറക്കേണ്ടത് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കൽപ്പന ഖുറാനിലെ. 3 വർഷം കണ്ടല്ലോ. നെക്സ്റ്റ് ദൈവകൽപ്പന 4 എന്താണ്? 7-ാം ദിവസം നീ ശബാത്ത് ആചരിക്കണം, ഓർത്ത് ആചരിക്കണം. അന്ന് നീയോ നിന്റെ ദാസിയോ മൃഗങ്ങളോ ഒന്നും വേല ചെയ്യരുത്. അതാണ് നമ്മുടെ 4ാമത്തെ കൽപ്പന. അറിയോ ക്രിസ്ത്യാനിയെ നിനക്ക് ഈ കൽപ്പന? 4ാമത്തെ കൽപ്പന മനസ്സിലായോ? ഇനി സഭയിൽ എന്താണ്? ഇത് 3-ാം പ്രമാണമാണ്. പക്ഷെ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പിന്നെ കർത്താവിൻ്റെ ദിവസം എന്നാണ്? സൺഡേ ആണ്. ഇങ്ങനെയായിരുന്നു അല്ലേ? അതായത് ഈ സാത്താൻ യേശുവ എന്ന ഹീബ്രു പേരിനെ എടുത്ത് മലയാളീകരിച്ചപ്പോൾ യേശു എന്നാക്കി, അത് ഇംഗ്ലീഷീകരിച്ചപ്പോൾ ജീസസ് എന്നാക്കി, യേശു എന്ന് തമിഴിലാക്കി അല്ലേ? പക്ഷേ ഈ അങ്ങനെയാണെങ്കിൽ ശബാത്ത് എന്നുള്ള വാക്ക് ഹീബ്രുവിൽ അല്ലേ 7-ാം ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ശബാത്തിനെ തർജ്ജമ ചെയ്യുമ്പോൾ മലയാളത്തിൽ 7-ാം ദിവസം എന്ന് വരേണ്ടതാണ്. പക്ഷെ അത് വരുത്തിയില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7-ാം ദിവസം എന്നാ വരിക? ശനിയാഴ്ച വരും അല്ലേ? അപ്പോൾ ശനിയാഴ്ച സാബത്ത് ആചരിക്കേണ്ടി വരുമല്ലോ. അപ്പം അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്തു? ആ ശബാത്തിനെ മാറ്റാണ്ട് അങ്ങനെ തന്നെ ഇവിടെ എടുത്തു വെച്ചു സാബത്ത് എന്ന്. അപ്പം അത് എന്താക്കി? അത് സഭ പഠിപ്പിച്ചു. അത് ആ ദിവസം ഉയർപ്പിച്ച്, യേശുവിൻ്റെ ഉയർപ്പ് സൺഡേ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൺഡേ ഫസ്റ്റ് ഡേ ആയ സൂര്യൻ്റെ ദിവസമായ അന്നാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് അല്ലേ? അപ്പം ഇതാണ് ശബാത്ത്. 4ാമത്തെ കൽപ്പനയെ മാറ്റി, സഭയിൽ മാറ്റി എങ്ങനെയാണ് ആക്കിയതെന്ന് ഇങ്ങനെയാണ്. 4ാമത്തെ കഴിഞ്ഞു. അപ്പം ഇനി ഖുറാനിൽ 4ാമത്തെ പ്രമാണം. നമ്മൾ 7ാമത്തെ ദിവസമാണ് ശബാത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആളത് കോപ്പി അടിച്ചപ്പോൾ സാത്താൻ എപ്പോഴും ദൈവത്തിനേക്കാൾ മുൻപേ വരണം എന്നാണല്ലോ ചിന്ത. അപ്പം അവൻ എന്ത് ചെയ്തു? 6ാമത്തെ ദിവസം എടുത്തു, വെള്ളിയാഴ്ച. അവൻ ജോലികൾ ചെയ്യാതിരിക്കുന്നത് എന്നാണ്? വെള്ളിയാഴ്ചയാണ് അവൻ്റെ ജോലികളൊക്കെ ചെയ്യാതിരിക്കുന്നത്, ആഘോഷിക്കുന്നത്. അപ്പം അങ്ങനെയാണ് 4ാം പ്രമാണം കേട്ടോ. ഇനി 5ാമത്തെ പ്രമാണം ബൈബിളിൽ എന്താ പറയുന്നത്? 5ാം പ്രമാണം നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അതെന്തിനാ? നീ ദീർഘകാലം നീ ആയുസ്സുള്ളവനായിട്ട് ജീവിക്കേണ്ടതിന്, ദീർഘകാലം നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കണം എന്നാണ് 5ാം പ്രമാണമായിട്ട് ബൈബിളിൽ പറയുന്നത്. സഭയിൽ അത് 4ാമത്തെ പ്രമാണമാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ലല്ലോ, ബഹുമാനിക്കണം എന്നാണ്. ഖുറാനിൽ വായിക്കുകയാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ആയത്ത് ഞാൻ കണ്ടെത്തിയില്ല. കുറേ സെർച്ച് ചെയ്തായിരുന്നു. ബഹുമാനിക്കണമെന്നോ ബഹുമാനിക്കേണ്ടെന്നോ ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതങ്ങനെയാണ്. ഇനി 6ാമത്തെ, അത് സൂപ്പർ. കൊല്ലരുത്. ദൈവപ്രമാണം എന്താണ്? കൊല്ലരുത് അല്ലേ? സഭയിലും പ്രത്യേകിച്ച് ഒന്നും മാറ്റില്ല ആ പ്രമാണത്തിന്. പക്ഷെ ഇത് 5ാമത്തെ പ്രമാണമായിട്ടാണ് സഭയിൽ പഠിപ്പിക്കുന്നതെന്ന് മാത്രം. എന്നാൽ ഖുറാനിലേക്ക് വന്ന അവിടെയാണ് നമുക്ക് കാഴ്ച. എന്താ അവർ പറയണേ? അള്ളാഹ്ക്ക് വേണ്ടി കൊന്നോ, അള്ളാഹ്ക്ക് വേണ്ടി ചത്തിട്ടുണ്ടെങ്കിൽ 72 ഹൂറികളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും, മദ്യപ്പുഴ കിട്ടും. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ കുറേ തക്കികളൊക്കെയാണ് ഖുറാനിൽ പറയുന്നത്. അതുപോലെ തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് തല വെട്ടിക്കോ. എല്ലാ ഇതര മതസ്ഥരും കാഫിറുകളാണ്, അവരുമായി ചങ്ങാത്തമരുത്. ഇതൊക്കെയാണ് ഖുറാനിൽ പറയുന്നത്. നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം.
ഖുറാൻ 8:39 നിങ്ങളിത് വായിച്ചു നോക്കുക. മതം മുഴുവൻ അള്ളാഹുവിൻ്റെ ആക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യണം എന്ന്. മനസ്സിലായോ? പിന്നെ ഖുറാൻ 4:144 വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റു മതസ്ഥരെ ബഹുദൈവ വിശ്വാസികളെ ഉറ്റമിത്രമായിട്ട് സ്വീകരിക്കരുത്. പിന്നെ ഖുറാൻ 9:5 വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്ന് പിടികൂടി എന്താണ് കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ദൈവം കൊല്ലരുതെന്ന് പഠിപ്പിക്കുമ്പോൾ ഖുറാനിലെ അവരുടെ ദൈവം എന്താ പഠിപ്പിക്കണേ? കൊന്നുകളയുക എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതിന് തെളിവ് സഹിതം ഞാൻ പറയണം, ഞാനിട്ട് ഉണ്ടാക്കിയതല്ലാണ്ട് നിങ്ങൾക്കിത് സെർച്ച് ചെയ്യാം, നിങ്ങൾ ഈ ലിങ്ക് വായിച്ച് നോക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് 6ാമത്തെ പ്രമാണം, കൊല്ലരുത് എന്നുള്ളത്. 3 വർഷം കണ്ടല്ലോ. നെക്സ്റ്റ് 7ാമത്തെ പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. അതാണ് ബൈബിളിലുള്ളത്. സഭയിൽ ഞാൻ പറഞ്ഞോണ്ട് തന്നെ ഈ പ്രമാണത്തിന് മാറ്റമൊന്നുമില്ല, പക്ഷെ അത് 6ാമത്തെ പ്രമാണമാണ്, അത്ര തന്നെ. അപ്പോൾ കർത്താവ് എന്താ നമ്മളെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ആസക്തിയോടുകൂടി ഒരു പെണ്ണിനെ നോക്കിയാൽ തന്നെ വ്യഭിചാരം ചെയ്യുകയാണ്, കൂടുതൽ കഠിനമാക്കാണ് നമ്മളെ ചെയ്തത് കേട്ടോ. എന്നാൽ ഖുറാനിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, സ്ത്രീയെ ഒരു വെറും ഭോഗവസ്തുവായിട്ടാണ് അതിൻ്റെ റെഫറൻസുകളൊക്കെ കാണിക്കുന്നത്. കൃഷിയിടമായിട്ടും അതുപോലെ തന്നെ മൂലകുടി സഹോദരന്മാരെ സ്ത്രീയെ വെച്ചുണ്ടാക്കാം, ഇങ്ങനെയുള്ള കുറേ വൃത്തികെട്ട കാര്യങ്ങൾ നമുക്ക് റെഫറൻസ് വായിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. എന്താ പറയുക, സുന്ന മുസ്ലിം 22:26a അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീകളെ ഒരു ദുശകനമായിട്ടൊക്കെയാണ് അതിൽ കാണുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും, റെഫറൻസ് ബുക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ 7ാം പ്രമാണം കഴിഞ്ഞു. ഇനി 8ാം പ്രമാണം എന്താണ്? മോഷ്ടിക്കരുത് അല്ലേ. സഭയിൽ പ്രമാണത്തിന് മാറ്റമില്ല, അത് 7ാമത്തെ പ്രമാണമാണെന്ന് മാത്രമേ ഉള്ളൂ സഭയിൽ. ഖുറാനിൽ എന്താണ്? മോഷ്ടിച്ചോ, നീ പിടിച്ചടക്കിക്കോ, കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ അല്ലാഹിന് വേണ്ടിയിട്ട്, തള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് 5-1 തള്ളാഹുവിന് കൊടുക്കണം. ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഇതൊക്കെ തള്ളാഹുവിനായിരുന്നു, പിന്നീട് ആയത്ത് മാറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 5-1 തള്ളാഹുവിന് കൊടുക്കണം, ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോന്നാണ് കേട്ടോ, മോഷ്ടിക്കരുതെന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് 9ാമത്തെ ദൈവപ്രമാണം, വ്യാജ സാക്ഷ്യം നൽകരുത്. സഭയിൽ ഇതിന് മാറ്റമില്ല, 8ാമത്തെ പ്രമാണമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഖുറാനിൽ എന്താ പറയണത്? തക്കിയ പറയാം, അറിയാലോ. ആയത്തുകളൊക്കെ വെട്ടിത്തിരുത്തി കുറേ തക്കിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അതായത് അത് എന്താ വെട്ടിത്തിരുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മോഷ്ടിച്ച് പിടിച്ചടക്കി പണ്ടൊക്കെ ഈ മുഹമ്മദ് നബി ഇങ്ങനെ സഹായികളെയും കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് യുദ്ധം ചെയ്ത് അവിടുത്തെ കുറേ എല്ലാ വസ്തുക്കളും പെണ്ണുങ്ങളും ധനങ്ങളും ഒക്കെ മോഷ്ടിച്ച് എല്ലാം എടുത്ത് പിടിച്ചടക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുത്തുനബിക്ക് ഒരു ആശ, ഇതൊക്കെ എൻ്റെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് കാലാകാലത്തോളം സുഖമായിട്ട് ജീവിക്കാമല്ലോ. അപ്പോൾ ഒരു ആയത്തിറക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ പിടിച്ചടക്കെല്ലാം തള്ളാഹൂന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ സമ്മതിക്കുമോ? അവരും കൂടെ വളരെ പാടി വെച്ചിട്ട് യുദ്ധം ചെയ്തതാണല്ലോ. അപ്പോൾ അവരെല്ലാവരും സമ്മതിച്ചില്ല, അങ്ങനെയൊന്നും പറയില്ല, തള്ളാഹു അങ്ങനെയൊന്നും പറയില്ല, ഈ അപ്പോൾ കള്ളപ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉടനടി ആ ആയത്തിൽ മാറ്റം വരുത്തി. എന്നിട്ട് പറഞ്ഞു, അയ്യോ അത് തെറ്റ് പറ്റിയതാണ്, തള്ളാഹു എനിക്ക് ആയത്തിറക്കി തന്നപ്പോൾ മനസ്സിലാക്കിയപ്പോൾ തെറ്റ് പറ്റിയതാണ്, ഇടയ്ക്ക് അങ്ങനെ തെറ്റൊക്കെ പറ്റും, നിങ്ങൾ പല പ്രവാചകന്മാർ എടുത്ത് നോക്കിക്കോ, അവിടെയൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, അതുപോലെ എനിക്ക് തെറ്റ് പറ്റിയതാണ്, അങ്ങനെയല്ല തള്ളാഹു പറഞ്ഞത്, പിടിച്ചടക്കിയ സാധനത്തിൻ്റെ 5-1 മാത്രം തള്ളാഹുവിന് മതി, ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളത്, അപ്പോൾ അങ്ങനെയാ തക്കിയകൾ പറഞ്ഞത്. അപ്പോൾ വ്യാജസാക്ഷി നൽകരുത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഖുറാനിൽ സൂറ 9 എടുത്ത് വായിച്ച് നോക്കാം കേട്ടോ. അപ്പം അതിലെന്താ പറയണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ആദ്യം ബീജമാണ് ഉണ്ടായത്, ബീജത്തിനെ ഭ്രൂണമാക്കി, ഭ്രൂണത്തിനെ മാംസമാക്കി, മാംസത്തിനെ മാംസപിണ്ഡമാക്കി, മാംസപിണ്ഡത്തിനെ അസ്ഥികൂടാക്കി, അസ്ഥികൂടത്തിൻ്റെ മുകളിൽ മാംസം വെച്ച് പിടിപ്പിച്ചു, അങ്ങനെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് ഖുറാനിൽ പറയണേ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വ്യാജസാക്ഷ്യം നൽകരുന്നുള്ള ആ പ്രമാണം ഖുറാനിൽ സൂപ്പറായിട്ട് വെച്ചിട്ടില്ലേ. നമ്മൾ ബൈബിളിൽ എന്താ പഠിപ്പിച്ചേക്കുന്നല്ല, എന്താ ബൈബിളിൽ എന്താ സത്യം, മനുഷ്യനെ എങ്ങനെ ദൈവം രൂപപ്പെടുത്തിയത്? പൂഴിയിൽ നിന്നല്ലേ. അപ്പോൾ ഖുറാനിൽ വ്യാജസാക്ഷ്യം നൽകുന്നുള്ള പ്രമാണം എങ്ങനെയാണെന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 9 കഴിഞ്ഞു. ഇനി 10ാമത്തെ ദൈവപ്രമാണം, അതെന്താണ്? അന്യൻ്റെ ഭാര്യയെയോ വസ്തുക്കളെയോ മോഹിക്കരുത്. മനസ്സിലായോ? ഇത് ഒരൊറ്റ പ്രമാണമായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വായിച്ച് പുറപ്പാടിൽ ഇത് വായിച്ചു വയ്ക്കാൻ അറിയാൻ പറ്റും. പക്ഷെ സഭയിലേക്ക് വന്നപ്പോൾ അത് എങ്ങനെയായി? അത് 2 പ്രമാണമാക്കി. കാരണം ഇങ്ങനെ എണ്ണി വന്നപ്പോൾ 10 ആക്കണമല്ലോ. കാരണം 2ാം പ്രമാണം മൊത്തത്തിൽ മുക്കിക്കളന്നില്ലേ. അപ്പോൾ 2 അതാക്കാൻ വേണ്ടി, എണ്ണം തയ്ക്കാൻ വേണ്ടി അത് 2 ആക്കി. എന്താക്കി? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അങ്ങനെ ആക്കി. മനസ്സിലായോ? സഭയിൽ അങ്ങനെ ചെയ്തു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾക്കൊന്നും മാറ്റമൊന്നും
വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ എണ്ണത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസപ്പെടുത്തി മാത്രമേ ഉള്ളൂ. എന്നാൽ ഖുറാനിൽ എന്താ പറയണേ? അന്യനെ കൊന്ന് അന്യൻ്റെ ഭാര്യനൊക്കെ സ്വന്തമാക്കിക്കോ, അതൊക്കെ പക്ഷേ തള്ളാഖുവിന് വേണ്ടിയിട്ടാ, അത്രേ പറയണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് 10 കൽപ്പന. ഇനി യേശുവ നമ്മളെ എന്താ പഠിപ്പിച്ചത്? ഈ 10 കൽപ്പനയിലും സംഗ്രഹം എന്താണ്? സ്നേഹമാണ് അല്ലേ? കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കുക? നീ കാണുന്ന സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ, മനസ്സിലായോ? സ്നേഹത്തിനാണ് പ്രാധാന്യം. കാണാത്ത ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം? നിന്റെ കാണുന്ന പരസ്പര സ്നേഹം, സഹോദരനെ സ്നേഹിക്കണമെന്നാണ് യേശുവ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ഖുറാനിൽ എന്താ പഠിപ്പിച്ചത്? സൂറ 4:144 വായിച്ചു കഴിഞ്ഞാൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? അന്യമതസ്ഥര് കാഫിറുകളാണ്, അവരെ ഒരിക്കലും ഉറ്റമിത്രമായിട്ട് സ്വീകരിക്കരുത്, കണ്ടെടുത്ത് വെച്ച് കൊന്നുകളാണ് നമ്മളെ. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ ഇപ്പോൾ. എന്തൊക്കെയാണ് ദൈവപ്രമാണങ്ങൾ എന്നും സഭയിലേക്ക് സാത്താൻ അതെങ്ങനെ മാറ്റിയെന്നും ഖുറാനിൽ എങ്ങനെ അത് സാത്താൻ്റെ പ്രമാണങ്ങളായി വന്നു എന്നും ഈ വ്യത്യാസം മനസ്സിലാക്കി തരാനാണ് ഞാനിന്ന് നിങ്ങളോട് വീഡിയോ ചെയ്തത്. അപ്പോൾ ദൈവപ്രമാണത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ക്രിസ്ത്യാനികളെ. യേശുവ മത്തായി 5:17 എടുത്ത് വായിച്ച യേശുവയുടെ വാക്കുകളാണ്. എന്താ? ഞാൻ നിയമങ്ങൾ മാറ്റാനല്ല വന്നത്, നിയമങ്ങൾ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഈ നിയമങ്ങളൊക്കെ മാറ്റാനല്ല. ഒരച്ഛൻ ഒരു ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാലം ഒക്കെ മാറി വരില്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബൈബിളിലെ മാറ്റം ഉണ്ടാവുമെന്ന്. പക്ഷെ തന്ത മാറുമോ? തന്ത മാറോ? അടിസ്ഥാനപരമായ കാര്യം മാറൂ. സ്വഭാവത്തിൻ്റെ തന്തയുടെ വേഷവിധാനങ്ങൾക്ക് മാറ്റം ഉണ്ടാവാം എന്ന് വെച്ചിട്ട് തന്ത മാറാൻ പാടില്ല. മനസ്സിലായോ ക്രിസ്ത്യാനി? നീ അത് ആദ്യം ചിന്തിക്ക്. അടിസ്ഥാനപരമായ കാര്യമാണ് ഈ 10 പ്രമാണങ്ങൾ. യേശുവ എന്താണ് പറഞ്ഞത്? ആകാശവും ഭൂമിയും ഒഴിയുന്നത് വരെ ഇതിന് മാറ്റമില്ലാന്ന്. മനസ്സിലായോ? ഈ നിയമങ്ങൾ, നമ്മൾ പഠിച്ച ഈ നിയമങ്ങൾ, നിത്യമായ നിയമങ്ങൾ കഠിനമാക്കുക ചെയ്തത് യേശുവ അല്ലേ? വ്യഭിചാരം ചെയ്യരുതെന്ന് പഠിപ്പിച്ചപ്പോൾ യേശുവ എന്താ പറഞ്ഞത്? നീ ആസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ നിന്റെ കണ്ണ് ചുഴ്ന്നെടുത്ത് കളയാൻ പറഞ്ഞു. അതുപോലെ പാപഹേതുവാണ് നിന്റെ കൈകളെങ്കിൽ അത് വെട്ടി ദൂരെ കളയാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ യേശു അത് കഠിനമാക്കുക ചെയ്തത്. കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞേ? നീ സഹോദരനെ കോപിക്കുക പോലും ചെയ്യരുതെന്ന്, മനസ്സുകൊണ്ട് പോലും നീ ഒരാളെ കൊല്ലരുതെന്ന്. അപ്പം അത് കൂടുതൽ കഠിനമാക്കുകയല്ലേ ചെയ്തത്, അല്ലാണ്ട് ഈ നിയമങ്ങളൊക്കെ മാറ്റാണോ ചെയ്തത്? തന്ത ഒന്ന് തന്നെയല്ലേ? യഹൂദൻ്റെ ദൈവം തന്നെയല്ലേ ക്രിസ്ത്യാനിയുടെ തന്ത? എന്താ നിങ്ങളത് അത് മറന്ന് നിങ്ങൾ പ്രവർത്തിക്കണം? എന്താ ഇതൊന്നും നമ്മൾ ഈ 10 കൽപ്പന പാലിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. എടുത്തെടുത്ത് ബൈബിളിൽ എപ്പോഴും അത് പറയണത്. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്താണ്? ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ പ്രയാസമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സഭ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ യേശുവായെ വിളിച്ച് അപേക്ഷിക്കൂ, നിങ്ങൾക്ക് പണക്കാരനാകാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പണക്കാരനായാൽ മതിയോ? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണ്ടേ? ഈ ഭൂമിയിലെ പണക്കാരനും ഈ പണത്തിനും ഈ എന്താ പറയുക സ്ഥാനമാനങ്ങൾക്കും ഈ മനുഷ്യരുടെ മാനത്തിനുമാണോ നിങ്ങൾ വില കൽപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്കുകൾക്കോ ദൈവത്തിൻ്റെ മാനത്തിനും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ലേ ക്രിസ്ത്യാനി? ഇല്ലേ? യേശുവ പണക്കാരനായിട്ടാണോ ജീവിച്ചേ മരിച്ചേ? നിങ്ങളൊന്ന് ആലോചിക്കുക മൂഢരെ. നിങ്ങളെ പറ്റിക്കുന്നത്, ദശാംശം മേടിക്കാൻ വേണ്ടി നിങ്ങളെ പറ്റിക്കുന്നതാണ്. നിങ്ങളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങൾ പറയാനായിട്ട് വിചാരിച്ച വിഷയം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എന്തിനാ? യഥാർത്ഥമായ 10 കൽപ്പന നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഈ നിമിഷം മുതൽ നിങ്ങൾ മാറണം. 2 വഞ്ചിയിൽ കാലിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ദൈവമാണോ വലുത് അതോ സഭയാണോ വലുതെന്ന്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിരന്തരം എപ്പോഴും നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. എപ്പോഴും അബയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം. അബയുമായിട്ടൊരു ഗാഢബന്ധം. നിങ്ങൾ യേശുവായ മാത്രം മാതൃകയാക്കിയാൽ മതിയല്ലോ. യേശുവാ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചത് എങ്ങനെയാണ്? വിശ്വാസം മൂലം. എങ്ങനെ? ആ പിതാവുമായിട്ടുള്ള ഗാഢബന്ധം മൂലമാണ്. അതുപോലെ നമ്മളും ആയിരിക്കണം സഹോദരരെ. നമ്മൾക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ അബയോട് കൂടി നടക്കണം. അപ്പോൾ തെറ്റ് വരില്ല. നമുക്ക് ശരികൾ എപ്പോഴും നമുക്ക് കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് വഴി നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്നതോ ഞങ്ങളുടെ പഠിപ്പീരോ ഒന്നുമല്ല. ഇതൊക്കെ ബൈബിളിലെ തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയണം. നിങ്ങൾക്ക് മനസ്സിലാക്കുക.
നിങ്ങൾ. എപ്പോഴും ദൈവവുമായിട്ടൊരു ഗാഢബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ശത്രുവിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി അധികം സമയമില്ല. വൃക്ഷത്തിൻ്റെ ചുവടെ കോടാലി വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ തിരിഞ്ഞു നടക്കാനായിട്ട്. മനസ്സിലായോ? അപ്പം നിങ്ങളെല്ലാവരും യഥാർത്ഥ സാത്താനെ തിരിച്ചറിയുക, യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ എന്നെ ശ്രവിച്ചതിന് എല്ലാവർക്കും തോതാ റബ്ബ തോതാ അബ.